ചൈനയിൽ പനിയും ന്യൂമോണിയയും പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു ആരോഗ്യവകുപ്പ്. സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളടക്കം ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. നാളെയോ മറ്റന്നാളോ ആയിരിക്കും യോഗം. രോഗനിർണയം നടത്താനും രോഗികൾ വന്നാൽ പരിചരിക്കാനും വേണ്ട സൗകര്യമൊരുക്കാൻ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. HMPV വൈറസുകൾ ഈ സമയം കൂടുതലായി ഉണ്ടാകുമെന്ന വിലയിരുത്തലും ആരോഗ്യവകുപ്പിനുണ്ട്. എന്താണ് HMPV? രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുൻകരുതൽ എന്തൊക്കെയാണ്? അതിലേക്കൊന്ന് പോകാം. എന്നോടൊപ്പം PC സൈഫുദ്ദീൻ ന്യൂസ് ഡെസ്കിലും ചേരുന്നു. സൈഫും, HMPV ഭയാനകമായ വിപത്തുണ്ടാക്കുന്ന ഒരു വൈറസാണോ? എന്താണ് അതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്? ഭയാനകമായ വിപത്തുണ്ടാക്കുന്ന ഒരു വൈറസ് അല്ല, അത്ര വലിയ ആശങ്ക വേണ്ട എന്ന് WHO ഒപ്പം ചൈനയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും വീണ്ടും ഒരു വൈറസ് വ്യാപനത്തിന്റെ ആശങ്ക നിറഞ്ഞ വർത്തമാനങ്ങൾ ചൈനയിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ആശങ്ക ലോകത്തിന് മുഴുവൻ ഉണ്ടാകും, പ്രത്യേകിച്ച് ഇന്ത്യക്കും കേരളത്തിനും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലെ, അതായത് ചൈനയിൽ ഇപ്പോൾ തണുപ്പാണ്, അതിശൈത്യമാണ്. ഇതുപോലെ ഒരു തണുപ്പ് കാലത്ത് 2020 4 വർഷങ്ങൾക്ക് മുമ്പാണ് കോവിഡ് വൈറസിന്റെ വ്യാപനം ഉണ്ടായത്. ഇതുപോലൊരു തണുപ്പിൽ മറ്റൊരു വൈറസിന്റെ വ്യാപനം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആശങ്കയിലാവുന്നതിൽ കുറ്റപ്പെടുത്താൻ ഒക്കുകയുമില്ല താൻ. ഇപ്പോൾ ഒരാഴ്ചയോളമായി ചൈനീസിൽ എല്ലാ ആശുപത്രികളും ആളുകൾ കൊണ്ട് നിറഞ്ഞു കവിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മാസ്ക് ധരിച്ചുകൊണ്ടുള്ള ആളുകൾ ക്യൂവിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് ആളുകൾ വലിയ ആശങ്കയിലാവുന്നു. എന്തോ പുതിയൊരു വൈറസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് ചൈനയിൽ എന്ന് പറയുന്നു. ചൈന ഇതുവരെ, അതായത് ഇന്നലെ വരെ ചൈന ഇതിൽ കൃത്യമായി ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. ഇന്നലെ മൗനം അവസാനിപ്പിച്ചുകൊണ്ട് ചൈന പറഞ്ഞിരിക്കുന്നു അത് HMPV എന്ന പുതിയ തരം വൈറസാണ്. അപ്പോൾ HMPV എന്ന് വെച്ചാൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്താണ്, അത് എത്ര കണ്ട് പ്രശ്നക്കാരാണെന്നുള്ളതിന്റെ ഒരു വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. തണുപ്പുകാല രോഗമാണ്. ചൈനയിൽ ഇപ്പോൾ അതിശൈത്യമാണ്. അപ്പോൾ തണുപ്പിനോടനുബന്ധിച്ച് വരുന്ന രോഗമാണ്. തീവ്രത കുറവാണ്. നേരത്തെ നിഷാദ് ചോദിച്ചതുപോലെ തന്നെ കോവിഡ് പോലെ അത്ര തീവ്രത കൂടി അത്ര പ്രശ്നക്കാരനായ വൈറസ് അല്ല. ചൈനയിൽ 2001 മുതൽ ഈ വൈറസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. വെച്ചാൽ തണുപ്പിനൊപ്പം ജലദോഷം പോലെ, പനി പോലെ വരുന്ന സാധാ ഇൻഫ്ലുവൻസ പോലെയുള്ളൊരു വൈറസ് മാത്രമാണ്. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല എന്ന് ചൈനയും ഒപ്പം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നുണ്ട്. ശ്വാസകോശ അണുബാധയാണ് ഈ രോഗം മൂർച്ഛിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. വെച്ചാൽ പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ, അതായത് ജലദോഷത്തിനും പനിക്കും ഉണ്ടാകുന്ന അതേ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ HMPV വൈറസ് ബാധയ്ക്കും കാര്യമായി കാണിക്കുന്നത്. ശ്വാസകോശ അണുബാധയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വെച്ചാൽ കടുപ്പമേറിയ ഘട്ടത്തിലേക്ക് പോയാൽ അത് ശ്വാസകോശ അണുബാധയായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. സാധാരണഗതിയിലൂടെ ജലദോഷമോ പനിയോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് മാറില്ല. അത് മതിയായ ചികിത്സ ലഭ്യമാകാതെ ഈ പനിയും ജലദോഷവും കൊണ്ടു നടന്നാലാണ് നമുക്ക് ന്യൂമോണിയയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. ഇത് പക്ഷേ HMPVയിൽ കുറെ കൂടി ന്യൂമോണിയ ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് മതിയായ ജാഗ്രത വേണമെന്നുള്ളൊരു ആവശ്യം ചൈനീസ് ആരോഗ്യ മന്ത്രാലയം, വേൾഡ് ആരോഗ്യ മന്ത്രാലയം ഒക്കെ നിർദ്ദേശമായി നൽകുന്നുണ്ട്. എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ കുട്ടികളെയും പ്രായം കൂടിയവരെയും ഒക്കെ ഒരേപോലെ ബാധിക്കുന്ന ഒരു വൈറസാണ് എന്നും WHO പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളും പ്രായമേറിയവരും റിസ്ക് ഗ്രൂപ്പിലുണ്ട്. വെച്ചാൽ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും 60 വയസ്സിന് മുകളിലുള്ള പ്രായമേറിയവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരായ ആളുകളും ഹൃദ്രോഗങ്ങളുള്ള ആളുകളും ഒക്കെ റിസ്ക് ഗ്രൂപ്പിലുണ്ട്. അതുകൊണ്ട് ഈ വൈറസ് വ്യാപനത്തിന്റെ ഘട്ടത്തിൽ ഈ റിസ്ക് ഗ്രൂപ്പുകളിലുള്ളവർ പ്രത്യേക കെയർ എടുക്കണം എന്നുള്ളൊരു കാര്യവും ആവശ്യപ്പെടുന്നുണ്ട്. ആരോഗ്യ അടിയന്തരാവസ്ഥയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇത്രയും വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ട് പോലും ചൈനയോ ചൈനീസ് ആരോഗ്യ മന്ത്രാലയമോ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോ ഒന്നും ആരോഗ്യ അടിയന്തരാവസ്ഥ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഇന്ത്യ വലിയ നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ആശങ്ക വേണ്ട എന്ന് ഇന്ത്യൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. വെച്ചാൽ സാഹചര്യം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ മാത്രം ഈ മാസ്കുകളൊക്കെ ഉപയോഗിച്ച് പുറത്തേക്ക് ഇറങ്ങാം. ചില ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെട്ട ആളുകളൊക്കെ കഴിയുന്നതും ഈ ആളുകൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വരാതിരിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വരാതിരിക്കാൻ വന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാർഗങ്ങൾ എന്താണെന്നുള്ളതാണ്. കൈകൾ ശുദ്ധമാക്കി നിർത്തുക. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് മാക്സിമം 20 സെക്കൻഡ് ഫ്രീക്വന്റ് ആയിട്ടെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കൈകൾ ശുദ്ധമാക്കി നിർത്തുക, മാസ്ക് ഉപയോഗിക്കുക, പുറത്തിറങ്ങാതെ ആളുകൾ കാര്യമായി കൂട്ടം കൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക. പ്രത്യേക വാക്സിൻ ഇല്ല. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? ഇപ്പോൾ കോവിഡ് പോലെ തന്നെ പ്രത്യേക വാക്സിൻ ഇല്ല, പനിക്കുള്ള ചികിത്സ മാത്രമാണുള്ളത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ പനിക്കും ജലദോഷത്തിനും ചികിത്സിക്കുക, കൂടുതലാണെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നന്നായി റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ സാധാരണഗതിയിൽ പനിക്കും ജലദോഷത്തിനുമൊക്കെ എടുക്കുന്ന മെഡിസിൻസും കെയറിങ്ങും ഒക്കെ തന്നെയാണ് ഇതിനും എടുക്കേണ്ടത്. പ്രത്യേകമായ ഒരു ആശങ്കയുടെ ആവശ്യമില്ല, ജാഗ്രത മതി എന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒപ്പം ദേശീയ ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാനത്തിന്റെ ആരോഗ്യ മന്ത്രാലയവും ഒക്കെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്ര വലിയ പേടിക്കേണ്ട ഒരു ഘട്ടമില്ല, അത്ര വലിയ പ്രശ്നക്കാരനല്ല. ഇതുവരെ ഈ HMP വൈറസ് ബാധ മൂലം ചൈനയിലോ മറ്റെവിടെയെങ്കിലും ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുമില്ല. നിഷാൻ, HMP വൈറസ് അത്രമേൽ അപകടകാരിയായി ലോകത്തെ ഭയപ്പെടുത്തുന്നില്ല എന്നാണ് സൈഫു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനകത്ത് പാലിക്കേണ്ട ചില ജാഗ്രതകളുണ്ട് താനും.